അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തംബീഹുൽ ഗാഫിലീനിൽ നിന്ന് എടുത്ത ഉദ്ധരണിയാണ്. ഖാല ബഅദുൽ ഹുക്കമായി, ചില ജ്ഞാനികൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഇന്ന ജസദ ഇബ്ന ആദമ സലാസത്തു അജ്സായിൻ, തീർച്ചയായും മനുഷ്യൻ്റെ ശരീരത്തിന് 3 ഭാഗങ്ങളാണ് ഉള്ളത്. അൽ ഖൽബു, ഒന്ന് ഹൃദയമാണ്. വൽ ലിസാനു, മറ്റൊന്ന് നാവാണ്. വൽ ജവാരിഹു, മൂന്നാമത്തേത് മനുഷ്യ ശരീരത്തിലെ അവയവങ്ങളാണ്. വഖദ് അക്രമല്ലാഹു തആല, അല്ലാഹു തആല ആദരിച്ചിരിക്കുന്നു കുല്ല ജുസിഇൻ, ഈ 3 ഭാഗങ്ങളെയും ബി കറാമത്തിൻ, വലിയ ആദരവ് കൊണ്ട്. അള്ളാഹു വലിയ ആദരവ് കൊണ്ട് ഈ 3 ഭാഗങ്ങളെയും ആദരിച്ചിരിക്കുന്നു. ഫഅക്രമൽ ഖൽബ, ഹൃദയത്തെ അള്ളാഹു ആദരിച്ചിരിക്കുന്നു ബി മഅരിഫത്തിഹി, അള്ളാഹുവിനെ മനസ്സിലാക്കിയതുകൊണ്ട്, അള്ളാഹുവിനെ തിരിച്ചറിയുന്നതുകൊണ്ട്. വ തൗഹീദിഹി, അവൻ്റെ ഏകത്വം അംഗീകരിച്ചതുകൊണ്ടും. അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിച്ചതുകൊണ്ടും അള്ളാഹുവിനെ മനസ്സിലാക്കിയതുകൊണ്ടും അള്ളാഹു ഹൃദയത്തെ ആദരിച്ചിരിക്കുന്നു. വ അക്രമൽ ലിസാന, നാവിനെ അള്ളാഹു ആദരിച്ചിരിക്കുന്നു ബി ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന പ്രഖ്യാപനത്തിലൂടെ. വ തിലാവത്തി കിതാബിഹി, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം അഥവാ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തതിലൂടെയും നാവിനെ അള്ളാഹു ആദരിച്ചിരിക്കുന്നു. കലിമത്തു തൗഹീദ്, കലിമത്തു തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ, ആ കലിമ നാവ് കൊണ്ട് ഉച്ചരിച്ചു, അഥവാ ഹൃദയം കൊണ്ട് മനസ്സിരുത്തി നാവ് കൊണ്ട് ഉച്ചരിച്ചതിൻ്റെ പേരിൽ അള്ളാഹു നാവിനെ ആദരിച്ചിരിക്കുന്നു. അതോടുകൂടി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിലൂടെയും അള്ളാഹു നാവിനെ ആദരിച്ചിരിക്കുകയാണ്. വാക്രമൽ ജവാരിഹ, ശരീരഭാഗങ്ങളെ അള്ളാഹു ആദരിച്ചിരിക്കുന്നു ബിസ്വലാത്തി വസ്സോമി വസായിരി ത്വാഅത്തി, ശരീരഭാഗങ്ങളെ അള്ളാഹു ആദരിച്ചത് ബിസ്സോമി ബിസ്വലാത്തി, നമസ്കാരം കൊണ്ടാണ്. ശരീരം കൊണ്ടുള്ള ഏറ്റവും വലിയ പ്രവർത്തനമാണ്, ഏറ്റവും വലിയ ഇബാദത്താണ് സ്വലാത്ത്, നമസ്കാരമെന്ന് അള്ളാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. ആ നമസ്കാരത്തിലൂടെ, അതുപോലെ വസ്സൗമി, നോമ്പിലൂടെ, നോമ്പ് ശരീരത്തിൻ്റെ വല്ലാത്തൊരു ഇടപെടൽ നോമ്പിലുണ്ട്. ഭക്ഷണപാനീയങ്ങൾ കഴിക്കാൻ പാടില്ല, പ്രഭാതം മുതൽ പ്രദോഷം വരെ. അതുപോലെ തന്നെ അനുവദനീയമായ സ്ത്രീ പുരുഷ ബന്ധങ്ങളും റമദാനിൻ്റെ പകലുകളിൽ നടത്താൻ പാടില്ല. അതുപോലെ ഒരുപാട് കാര്യങ്ങളിൽ അങ്ങേയറ്റം ദാഹമുള്ള അവസരത്തിൽ പോലും ഒരിറ്റ് വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥ, അതൊക്കെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ് നോമ്പ്. മറ്റൊന്ന് വസായിരി ത്വാഅത്ത്, അള്ളാഹുവിനെ അനുസരിക്കുന്ന വിവിധ തരത്തിലുള്ള അള്ളാഹുവിൻ്റെ അനുസരണയിലൂടെ, അതും ശരീരത്തിൻ്റെ ധർമ്മമാണ്. ആ നിലക്ക് ശരീരവും, ആ ശരീരത്തെയും അത്തരം പ്രവർത്തനങ്ങളിലൂടെ ശരീരത്തെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചിരിക്കുന്നു. അതായത് ശരീരത്തിൻ്റെ 3 ഭാഗങ്ങളും. ഖൽബ്, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അള്ളാഹുവിനെ അംഗീകരിക്കുകയും ആദരിക്കുകയും അവൻ ഏകനാണ് എന്ന് പ്രഖ്യാപിക്കുകയും തൗഹീദ് നിലനിർത്തുകയും ചെയ്യുന്നു എന്നതിലൂടെ അള്ളാഹു ഹൃദയത്തെ ആദരിക്കുന്നു. അതേപോലെ തന്നെ നാവിനെ സംബന്ധിച്ചിടത്തോളം, ആ നാവ് ആണ് അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന പ്രഖ്യാപനം, ഷഹാദത്ത് കലിമ പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനത്തിലൂടെയും അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് നാവ് കൊണ്ടാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു എന്ന അർത്ഥത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നാവിനെ ആദരിച്ചിരിക്കുന്നു. മറ്റൊന്ന് ശരീരഭാഗങ്ങൾ, ആ ശരീരഭാഗങ്ങൾ കൊണ്ടാണ് നമുക്ക് നമസ്കരിക്കാൻ സാധിക്കുന്നത്. സാഷ്ടാംഗം നിർവഹിക്കാൻ 8 അവയവങ്ങൾ തീർച്ചയായും അതിന് മുതിരേണ്ടതുണ്ട്. ആ നിലക്ക് അള്ളാഹു നമസ്കാരത്തിലൂടെ മനുഷ്യനെ ആദരിക്കുന്നുണ്ട്. പിന്നെ നോമ്പ്, ശരീരം ആ നോമ്പിന് വഴങ്ങേണ്ടതുണ്ട്. പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ ഒന്നും ഉപയോഗിക്കാതെ, അതേപോലെ തന്നെ മറ്റുള്ള വിലക്കപ്പെട്ട പലതും, അനുവദിക്കപ്പെട്ട പലതും ആ സന്ദർഭത്തിൽ വിലക്കപ്പെട്ടതായതുകൊണ്ട് ആ നിലക്കും ശരീരം അതിന് വഴങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് ശരീരത്തെ അള്ളാഹു ആദരിക്കുന്നു.
അതോടൊപ്പം തന്നെ മറ്റ് പല അനുസരണങ്ങളും അള്ളാഹുവിനെ അനുസരിക്കുന്നതിലൂടെ അള്ളാഹുവിനെ അനുസരിക്കാൻ ശരീരം നിർബന്ധിതമാകുന്നു. ആ അവസ്ഥയിൽ അള്ളാഹു ശരീരത്തെ ആദരിച്ചിരിക്കുന്നു. ഈ 3 ഭാഗങ്ങളും അള്ളാഹുവിൻ്റെ ആദരവ് ഏറ്റുവാങ്ങിക്കൊണ്ട് ഒന്നിനൊന്നായി അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ മാത്രമേ യഥാർത്ഥ വിശ്വാസിയായി നിലനിൽക്കാൻ ഒരാൾക്ക് സാധ്യമാവുകയുള്ളൂ. ആ നിലക്ക് അള്ളാഹുവിൻ്റെ യഥാർത്ഥ വിശ്വസ്തരായ അടിമകളായി അള്ളാഹുവിനെ അനുസരിക്കുന്നവരായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അതിന് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.